എപ്പോഴാണ് ഈ ലോകത്തോട് വിട പറയുക? എപ്പോഴാണ് ഈ ദുനിയാവിനോട് വിട പറഞ്ഞ് നാളെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക എന്ന് നമുക്കോ എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. അത് അല്ലാഹുവിന്റെ മാത്രമാണ്. ഇന്ന് യുവാക്കളായാലും കൗമാരപ്രായക്കാരായാലും ആരായാലും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ജീവിതത്തിന്റെ വിരാമമിടുകയാണ്. അതോടെ കഴിഞ്ഞു. ദുനിയാവിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചത് ഒരു വിദേശിയെ പോലെയാണ്, ഒരു യാത്രക്കാരനെ പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, അങ്ങെന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങെന്തിനാണ് പ്രയാസം അനുഭവിക്കുന്നത്? അങ്ങ് ഈന്തപ്പനയോല കൊണ്ടുണ്ടാക്കിയ ഈ പായയിൽ കിടന്നിറങ്ങിക്കൊണ്ട് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കിടന്നിട്ട് എഴുന്നേറ്റപ്പോ റസൂലുള്ളാഹിന്റെ മേനിയിൽ ഈ പായയുടെ അടയാളം ഉണ്ടാവുകയാണ്. ലോകത്തിന്റെ നായകനോട് സ്വഹാബത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾ ലോകത്തിന്റെ നായകനാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്റെ അനുയായികൾ ചോദിക്കുകയാണ്, നബിയേ, അങ്ങെന്തിനാണ് പ്രയാസം അനുഭവിക്കുന്നത്? അങ്ങേക്ക് ഞങ്ങളൊരു വിരുപ്പുണ്ടാക്കി തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, സ്വഹാബാ, മാലി വലി ദുനിയാ, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് സ്വഹാബ? ദുനിയാവെന്നത് ഒരു മാസ്മരികമായ ഒരു ശക്തിയാണ്. ദുനിയാവിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ദുനിയാവിന്റെ മധുര മനോഹരമായ കാഴ്ചകൾ കാണുമ്പോ ദുനിയാവ് നമ്മെ അതിലേക്ക് ആകർഷിക്കുകയാണ്. ദുനിയാവിന്റെ ഈ മധുര മനോഹരമായ കാഴ്ചയിൽ നമ്മൾ മതി മറന്ന് പോകാൻ പാടില്ല. ലോകത്തിന്റെ നായകൻ പറഞ്ഞത്, മാലി വലി ദുനിയാ, ഞാനും ദുനിയാവൻ തമ്മിൽ എന്ത് ബന്ധമാണ്? ദുനിയാവിലേക്ക് കടന്നു വന്നത് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇങ്ങനെ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. യാത്രക്കിടയിൽ വിശ്രമത്തിന് വേണ്ടിയിട്ട് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വിശ്രമം തേടിയിട്ട് യാത്ര തുടരുന്നത് പോലെയാണ് ദുനിയാവിലെ അവസ്ഥ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ദുനിയാവിൽ നമ്മൾ കടന്നു വന്നത് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാനാണ്, ആഖിറത്തിന് വേണ്ടിയിട്ട് ജീവിക്കാനാണ്. ഇവിടെ നമ്മൾ ജീവിക്കുന്നത് തന്നെ എല്ലാം അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചിറപ്പ് നമ്മുടെ ജീവിതത്തിൽ തരും. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നത് അടിമയായ നമ്മുടെ കടമയാണ്. ഏകനായ റബ്ബിനെ ഇന്ന് വിസ്മരിച്ചുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ യാ അല്ലാഹ്, പാപബുദ്ധിലമായ ഈ ഹൃദയത്തെ നമ്മൾ കൊണ്ടുപോവുകയാണ്. എവിടെയാണ് ഇന്നൊരു ആത്മീയ സംഗമത്തിലേക്ക് കടന്നു ചെല്ലുന്നത്? വെറും ഒരു പേരിനോ മറ്റുള്ളവർ കാണക്കത്ത വിധത്തിൽ നമ്മൾ കടന്നു ചെല്ലലല്ല. ഇതിലൊരു ആത്മീയ അനുഭൂതി കൊണ്ടുവരേണ്ടതുണ്ട്. ഏകനായ അല്ലാഹുവിനോട്, റബ്ബിനോടുള്ള ശുക്റാണ്, അല്ലാഹുവിനോട് നന്ദി ചെയ്യലാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചറബ് നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചറബ് നമ്മുടെ അടുക്കിലേക്ക് തരും. ഇതിന് നന്ദി ചെയ്യലാണ്, ശുക്ർ ചെയ്യലാണ്. അല്ലാഹുവിന്റെ അടുക്കിലേക്ക് അല്ലാഹുവിനോട് നന്ദി ചെയ്ത് ജീവിച്ചാലേ നാളെ നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നമുക്ക് മരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കാമയും പറയും മനുഷ്യന്മാരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കാമയും പറഞ്ഞൂടി, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരിക്കുന്ന നേരം അത് നല്ല രീതിയിലാവലാണ്. മുഅ്മിനീങ്ങളെ, എത്ര ആളുകളാണ് തന്റെ ഷഹാദത്തിന്റെ അവസാന നാളിൽ പോലും തന്റെ പുഞ്ചിരിയോടുകൂടെ പുഞ്ചിരി തൂകി ലോകത്തോട് ഇവിടെ പറഞ്ഞു. മഹാനായ ശംസുൽ ഉലമാ, നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ ഫാത്തിമ ഹോസ്പിറ്റലിൽ സുബിയോടടുത്ത സൈമിലാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് പുഞ്ചിരി തൂകി ലോകത്തോട് ഇവിടെ പറഞ്ഞു. മഹാരഥന്മാരായ ആളുകളൊക്കെ അങ്ങനെയാണ്. കാരണം എന്താ? അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. റബ്ബിനാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധമുണ്ടായിരുന്നു. ഈ ഒരു ബോധം നമ്മുടെ അടുക്കൽ
ഫേസ്ബുക്ക് വന്നു. ഇതിലൂടെ എന്തെങ്കിലും ഒരു കോളിളക്കം നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചാൽ ഈ കോളിളക്കം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലെയും പരത്തിക്കൊണ്ട് ഇതിലൂടെ ടൈം കണ്ടെത്താനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം, അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം അതായി പോകാൻ പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എവിടെയും നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മതപ്രഭാഷണത്തിന് ചൊല്ലുമ്പോൾ എവിടെ ചെന്നാലും പല ആളുകളും ദുആ ചെയ്യാൻ പറയും. ഉസ്താദേ പ്രയാസമാണ്, രോഗമാണ്. ഉസ്താദേ നിങ്ങളൊന്ന് ദുആ ചെയ്യേണ്ടതുണ്ട്. ജീവിതമാണ്, ഈ പ്രയാസങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹു പരീക്ഷിക്കും. ജീവിതത്തില് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതിൽ അതിജീവിച്ച് ജീവിക്കലാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളെ എത്ര ആളുകളാണ് ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹുവിനോട് ചില ആളുകളൊന്നുകൊണ്ട് ചോദിച്ചു, അല്ല തങ്ങളെ നിങ്ങളുടെ ദുനിയാവിലെ ജീവിതം എങ്ങനെയാണ്? നിങ്ങളുടെ ദുനിയാവിലെ ജീവിതം എങ്ങനെയാണ്? മഹാനവറുകൾ പറയുന്നു, എന്റെ ദുനിയാവിലെ ജീവിതം എന്നത് ഞാൻ ജീവിതത്തെ 4 വാഹനങ്ങളാക്കിയിട്ടുണ്ട്. 4 വാഹനങ്ങളാക്കിയിട്ടുണ്ട്. അതിലൊന്നാമതോ എന്റെ അടുക്കലേക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ എത്തിയാൽ ഞാൻ ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന വാഹനത്തിലേക്ക് ഞാൻ കയറുമെന്ന് അദ്ദേഹം പറയുകയാണ്. ഒരു അനുഗ്രഹം, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, നമ്മൾ എന്തെങ്കിലും കുടിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ എൻ്റെ ഉമ്മ നമുക്കതിന് സാധിക്കേണ്ടതുണ്ട്. അതൊന്നുമില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി വേണം എന്നുള്ള ചിന്തയാണ്. അങ്ങോട്ട് വേണം, അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയില്ലല്ലോ. അത് സമ്പത്തിന്റെ വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും നമുക്ക് ഇങ്ങോട്ട് കിട്ടണം എന്നുള്ളൊരു പ്രവണതയാണ്. നമ്മുടെ മനസ്സും അങ്ങനെയാ. നമ്മൾ വിചാരിക്കും ഉസ്താദേ ഒരു വാർപ്പിട്ട വീട് കിട്ടിയില്ലെങ്കിൽ അൽഹംദുലില്ലാ, അത് കിട്ടുമ്പോൾ വിചാരിക്കും ഇതിന്റെ മേലെ കൂടെ ഒന്ന് എടുക്കാം, അത് കിട്ടുമ്പോൾ വിചാരിക്കും ഒന്നുകൂടി ഫ്ലാറ്റ് ആക്കാം. മറ്റുള്ള ആളുകൾ നാട്ടിൽ വലിയ പ്രമാണിയാകാൻ പണമുണ്ടായിട്ട് സമ്പത്തുണ്ടായിട്ട് മറ്റെല്ലാം അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു നൽകിയിട്ടുണ്ടാകാം. ഇതെല്ലാം സമ്പത്തുള്ളവരുണ്ടാകാം, സമ്പത്തില്ലാത്തവരുണ്ടാകാം. ഇതെല്ലാം പാവപ്പെട്ടവന് വേണ്ടി സഹായിക്കാനാണ്. അസരണരായ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോ അവർക്ക് വേണ്ടിയിട്ട്, യതീം മക്കൾക്ക് വേണ്ടിയിട്ട് തന്റെ ജീവിതത്തെ മാറ്റിവെച്ച പല ആളുകളുമുണ്ട്. നമുക്കറിയാം വയനാട് ജില്ലയിലെ WMO ബഹുമാനപ്പെട്ട ജമാൽ സാഹിബ് തന്റെ ജീവിതത്തിൽ തന്നെ യതീം മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തുകയാണ്. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയാ, തന്റെ വീട്ടുകാർ വരെ അദ്ദേഹത്തെ കരുതുന്നത് ഒരു അതിഥിയായിട്ടാണ്. കാരണം എന്താ, വീട്ടിലുണ്ടാകില്ല. തന്റെ ജീവിതത്തെ മുഴുക്കെ ഒടിഞ്ഞു വെച്ചിരിക്കുകയാണ്. യതീം മക്കൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവരായ അസരണരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തെ മാറ്റിവെച്ചിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ ഞാനൊന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തരുമ്പോ അത് അല്ലാഹുവിന് വേണ്ടിയിട്ട് ചിലവഴിച്ചുകൊണ്ട് റബ്ബിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യാൻ റബ്ബ് നമുക്ക് നിന്നെ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്, എമ്പാടുമുണ്ട്. കാണാൻ കണ്ണ് നൽകിയത് അല്ലാഹുവാണ്, കേൾക്കാൻ ചെവി നൽകിയതും അല്ലാഹുവാണ്, കൈകാലുകളും അല്ലാഹുവാണ് തന്നത്. ഈ ഒരു അനുഗ്രഹം നമുക്കില്ലായിരുന്നുവെങ്കിൽ നമുക്കിന്ന് ബിസിനസ് നടത്താൻ സാധിക്കില്ല, നമുക്കിങ്ങനെ പുത്തനുടുപ്പിട്ടുകൊണ്ട് നടക്കാൻ സാധിക്കുകയില്ല. ഇത്തരം ഒരു അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിന് നന്ദി ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നന്ദി ചെയ്യണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അനുഗ്രഹങ്ങൾ എത്തുമ്പോ ശുക്ർ ചെയ്യലാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു. മദീനയുടെ മണൽത്തരയിലൂടെ ബഹുമാനപ്പെട്ടവർ നടന്നു പോകും. റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട് ജഅഫർ റളിയല്ലാഹു തആല അൻഹു നടന്ന് തന്നെ കാലിന് വ്രണം ബാധിക്കുകയാണ്. ഈ കാലിന് വ്രണം ബാധിച്ചപ്പോ അന്നത്തെ ആളുകൾ ഡോക്ടർമാരുടെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനുള്ള മരുന്ന് നിങ്ങൾ നൽകേണ്ടതുണ്ട്. അവര് പറയുകയാണ്, ഇത് നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റണോ, നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അത്
അതുകൊണ്ട് മയക്കുന്ന വല്ലതും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവര് പറയുകയാണ്, ഇത് മയക്കുന്ന എന്തെങ്കിലും ചെയ്തുകൊണ്ട് കാല് മുറിച്ചു മാറ്റണോ, അതിന് വല്ല മരുന്നും നൽകേണ്ടതുണ്ട്. ഇവര് പറഞ്ഞു. ജാഫർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇല്ല, ഞങ്ങൾക്കതിന് പറ്റുകയില്ല, മരുന്ന് വേണ്ട, പച്ചയിൽ മുറിച്ചു മാറ്റാൻ പറയുന്നു. തന്റെ കാല് പച്ചയിൽ മുറിച്ചു മാറ്റിയതിന് ശേഷം ജാഫർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, എവിടെയാണ് എന്റെ കാല്? മുറിച്ചു മാറ്റിയ കാലെവിടെയാണ്? എനിക്ക് ആ കാലിനെ ഒന്ന് കാണേണ്ടതുണ്ട് എന്ന് ജാഫർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ കാല് കാണിച്ചു കൊടുക്കുകയാ. കാലിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ജാഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇതാ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയോ, ഏകനായ റബ്ബിനാണ് സർവസ്തുതിയോ, അല്ലാഹുവിനാണ് സർവസ്തുതിയോ. എന്റെ ഒരു കാലിനെ നീ എടുത്തിട്ടുള്ളൂ. എനിക്ക് കൈകാലുകൾ നീ നൽകിയിട്ടുണ്ട്, എനിക്ക് കണ്ണ് നൽകിയിട്ടുണ്ട്, എനിക്ക് നാവ് നൽകിയിട്ടുണ്ട്, എനിക്ക് ചെവി നൽകിയിട്ടുണ്ട്. എല്ലാം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്നത് നീയാണ്. നീ തന്ന അനുഗ്രഹത്തിൽ നിന്ന് ഒരു കാലല്ലേ നീ എടുത്തിട്ടുള്ളൂ എന്ന് ജാഫർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു ഇതിന് തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ അതുകൊണ്ട് ആ ഒരു മനസ്സാണ് വേണ്ടത്. ജാഫർ റളിയല്ലാഹു തആല അൻഹു കാല് മുറിച്ചു മാറ്റി, പച്ചയിൽ മുറിച്ചു മാറ്റുകയാണ്. ഇവരെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിയാല് ഞാൻ ശുക്രിന്റെ വാഹനത്തിൽ ഞാൻ കയറുമെന്ന്, ഞാൻ നന്ദിയുടെ വാഹനത്തിൽ കയറും. രണ്ടാമതും ഇവര് ചോദിക്കാൻ 4 വാഹനങ്ങളാക്കിയിട്ടുണ്ട് ജീവിതത്തെ. രണ്ടാമതായിട്ട് ഏതാണ്? അല്ലാഹുവിന്റെ ആരിഫായ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ അടുക്കലേക്ക് പരീക്ഷണങ്ങൾ എത്തിയാൽ ഞാൻ ക്ഷമയുടെ വാഹനം ഞാൻ കയറുന്നതാണ്. ഞാൻ ക്ഷമയുടെ വാഹനം ഞാൻ കയറും. എനിക്ക് പരീക്ഷണങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് തരണം ചെയ്ത് ജീവിക്കലാണ്. പല ആളുകളും ഉമ്മമാരൊക്കെ പറയും, അതെ മരിച്ചു പോയാൽ മതിയായിരുന്നു, രോഗമാണ്, പ്രയാസമാണ്, രോഗം കൊണ്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുകയാണ്. പല ആളുകളും അങ്ങനെയാ പറയാ, എന്താണ് ജീവിതം ഒന്ന് മടുത്തുപോയി, മരിച്ചു പോയാൽ മതിയായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, നിങ്ങൾ അങ്ങനെ പറയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം എത്തിയാൽ എന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയാ പെങ്ങളെ, നിങ്ങളങ്ങനെ പറയല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾക്ക് വല്ല പ്രയാസം എത്തിയാൽ അല്ലാഹുവേ മരണമാണ് ഖൈറാണെങ്കിൽ റബ്ബേ മരിപ്പിക്കണം അല്ലാഹുവേ, ജീവിതമാണ് ഖൈറാണെങ്കിൽ റബ്ബേ അല്ലാഹുവേ ജീവിപ്പിക്കണേ തമ്പുരാനെ എന്ന് നിങ്ങൾ കരുതണമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ അടുക്കലേക്ക് അല്ലാഹു ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. പ്രളയം കണ്ടവരാണ്, നമുക്കറിയാം. പ്രളയം നമ്മെ നേരിട്ടവരാണ്, നാം നേരിട്ടവരാണ്. ഇതിലൂടെ പല ആളുകളെ അല്ലാഹു പരീക്ഷിച്ചു, ലോകത്ത് പരീക്ഷിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യ സമൂഹത്തെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഒരുപാട് അമ്പിയാക്കൾ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. പലരെയും അല്ലാഹു പരീക്ഷിച്ചു. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഓരോ ജീവിതത്തിലും അല്ലാഹു ഇഷ്ടം, അല്ലാഹു ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ അല്ലാഹു നൽകും. ഈ പരീക്ഷണങ്ങളിൽ അതിജീവിച്ചുകൊണ്ട് അതിൽ വിജയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കറിയാം വയനാട് ജില്ലയിലും ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോ, നമുക്കറിയാം വയനാട് ജില്ലയില് പുത്തുമല എന്ന പ്രദേശത്ത് 3.5 വയസ്സുകാരനായ ഒരു പൊന്നുമോനാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് കേൾക്കണം. 3.5 വയസ്സുകാരനായ ഈ പൊന്നുമോൻ തന്റെ ഉമ്മയുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഒന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മയോട് പറയുകയാണ്. ഉമ്മ പറഞ്ഞു, മോനെ പോയിട്ടൊന്ന് കിടന്നിറങ്ങിക്കോ. ഒരു ഉമ്മാനോട് പറയുന്നു, ഉമ്മത്തേത് പോലെയല്ല, എനിക്ക് കിടന്നുറങ്ങാൻ, എനിക്ക് ഉറങ്ങിയാൽ എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മ നിങ്ങളുടെ താരാട്ട് പാട്ട് എനിക്ക് വേണമെന്ന് ഉമ്മയോട് 3.5
ഞാൻ കടന്നു വരാൻ 3.5 വയസ്സുകാരനായ പൊന്നുമോന്റെ കൂടെ ഉമ്മ കടമ ചെല്ലുകയാണ്. കടന്നിറങ്ങിയിട്ട് ഉമ്മ തിരിച്ചു തന്നെ ക്യാൻറ്റീൻ നടത്തുന്ന ഈ കുടുംബമാണ്. തിരിച്ചു വീട്ടിലേക്ക് തന്നെ കച്ചവടത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ വിധി വരികയാണ്. ഈ 3.5 വയസ്സുകാരനായ പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. 15 വർഷക്കാലമാണ് പൊന്നുമോന് വേണ്ടിയിട്ട് തേടിയത്. 15 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കുഞ്ഞുമോൻ ഉണ്ടായത്. ഇതുണ്ടായി കൊതി തീർന്നില്ല. അല്ലാഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു ഈ ലോകത്തോട് ഈ ലോകത്തുനിന്ന് കുഞ്ഞുമോനെ അവിടുന്ന് എടുത്തു കൊണ്ടുപോവുകയാണ്. കുഞ്ഞുമോന്റെ റൂഹ് പിടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ, സ്വർഗീയ ആരാമമാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ അല്ലാഹു ഓരോന്നോരോന്നായി നമുക്ക് നൽകും. അതിനെ തരണം ചെയ്ത് ജീവിക്കാൻ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനും അല്ലാഹു ജീവിതത്തിൽ പരീക്ഷണം നൽകി. കുഷ്ഠരോഗം വന്നുവിട്ട് നാട്ടുകാരെല്ലാം അയ്യൂബ് നബിയെ ധിക്കരിച്ചു. അയ്യൂബ് നബിയെ ധിക്കരിച്ച് ഒഴിവാക്കുകയാണ്. അവരെയെല്ലാം ഒഴിവാക്കി അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദൂതനാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്തില്ല, റബ്ബേ എന്റെ രോഗമൊന്ന് മാറ്റിത്തരണ തമ്പുരാനെ, എന്റെ രോഗമൊന്ന് മാറ്റിത്തരണ റബ്ബേ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്തില്ല. തന്റെ ബീവി എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്, പിന്നെ എന്തേ അങ്ങേക്കൊന്ന് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്താൽ അങ്ങെന്തിനാണ് പ്രയാസം അനുഭവിക്കുന്നത്? അങ്ങയുടെ രോഗം അല്ലാഹു മാറ്റിത്തരില്ലേ? എന്നിരുന്നാലും അല്ലാഹുവിനോട് ദുആ ചെയ്തില്ല. തന്റെ കൈകാലുകൾക്ക് കുഷ്ഠരോഗം വന്നുവിടുകയാണ്. എല്ലാം വന്നുവിട്ടു. പ്രയാസത്തിന്റെ കുടിമേൽ പ്രയാസമാ. വല്ലാതെ പ്രയാസത്തിലൂന്നിയ ജീവിതമാകുമ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ബീവിയാണ് തൊഴിലിന് വേണ്ടിയിട്ട് പോകാറ്. തൊഴിൽ കഴിഞ്ഞ് കിട്ടുന്ന 2 ദിർഹമകളാ. ഈ 2 ദിർഹമകൾ കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വരാറാണ് പതിവ്. അങ്ങനെ ജീവിക്കുമ്പോ അല്ലാഹു കുഷ്ഠരോഗം കൊണ്ട് പരീക്ഷിക്കുകയാണ്. രോഗം അയ്യൂബ് നബിക്ക് നൽകി. ഈ രോഗത്തിന്റെ പേരില് അല്ലാഹുവേ രോഗം തന്നല്ല തമ്പുരാനെ എന്ന് ദുആ ചെയ്തില്ല. മറിച്ച് തന്റെ നാവിനെ ഈ രോഗം പിടിപെട്ടപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ രോഗം തന്നു, ഞാൻ നിന്നോട് വിഷമങ്ങൾ പറഞ്ഞില്ല, പ്രയാസങ്ങൾ ഞാൻ ഏറ്റു പറഞ്ഞിട്ടില്ല. പക്ഷേ നിനക്ക് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലുന്ന ഈ നാവിന് രോഗം വരുത്തല്ല തമ്പുരാനെ. അയ്യൂബ് നബിക്ക് അല്ലാഹു പരീക്ഷണം നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ ക്ഷമിക്കുകയാണ് മുഅ്മിനേ. എന്റെ പ്രിയമുള്ള ഉമ്മ, നമുക്ക് വേണ്ട അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മണൽത്തരികളിലൂടെ മദീനയുടെ മണലാരണ്യത്തിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു ചെല്ലുമ്പോ റസൂലുള്ളാഹിന്റെ പുറകിൽ ഒരാൾ കടന്നു വന്ന് റസൂലുള്ളാഹിന്റെ കഴുത്തിൽ ഒരു ഷാൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ ഷാളൊറ്റ വലി റസൂലുള്ളാഹിന്റെ കഴുത്തില് വല്ലാതെ മുറിവ് പറ്റി. റസൂലുള്ളാഹി പുഞ്ചിരിക്കുകയാണ്. നമ്മളോ ഇന്ന് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു നബിദിന റാലി നടന്നു. ഈ നബിദിന റാലിയിൽ അങ്ങനെ ഒരു റാലിയിൽ എവിടുന്ന് തന്റെ സഹോദരനെ കത്തി കൊണ്ട് കുത്തുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ വാക്ക് തർക്കത്തിന്റെ പേരിൽ സഹോദരനെന്നോ സഹോദരിയെന്നോ ഉമ്മയെന്നോ മാതാവെന്നോ എന്നറിയാത്ത കാലഘട്ടമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സാഹോദര്യമാണ് നമുക്ക് വേണ്ടത് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വാക്ക് തർക്കത്തിന്റെ പേരിൽ വരെ മറ്റുള്ളവരെ നമ്മൾ ധിക്കരിക്കാറുണ്ട്. ഒരാൾ ദേഷ്യം പിടിക്കായിരിക്കും, നമ്മുടെ മനസ്സിന് വല്ലാതെ നമുക്ക് ദേഷ്യം ഉണ്ടാകും. എന്തേ? നമ്മൾ വേറെന്തെങ്കിലും ഒരു കാര്യത്തിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്താൽ, ബിസിനസ് സംബന്ധമായ പ്രശ്നത്താൽ നമ്മുടെ ഹൃദയം കടുത്തിരിക്കുമ്പോ നമ്മുടെ സ്നേഹിതൻ വരിക, ഒരാൾ വന്നു, അറിയുന്നവരാണ്, അദ്ദേഹം വന്നിട്ട് പറയാ, അല്ലിക്ക എന്തൊക്കെയുണ്ട് വിശേഷം, സുഖല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖല്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മളെ കടുകടുത്ത ഹൃദയത്തോടുകൂടെ ഈ ദേഷ്യം വെച്ചുകൊണ്ട് അവനോട് പെരുമാറില്ലല്ലേ.
അതല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഒരാളെന്തെങ്കിലും വെറുതെ ഒന്ന് തോണ്ടി എന്തെങ്കിലും ദേഷ്യത്തിന്റെ പേരിൽ അവനെ അടിക്കലോ അവനെ തൊഴിക്കലോ അല്ല, അവനോട് നിങ്ങൾ പുഞ്ചിരി തൂകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരാൾ വന്നിട്ട് മുഖത്തൊരു പുഞ്ചിരി തൂകിയ പിന്നെ ആരും ചോദിക്കൂല എന്താ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോന്ന് ആരും ചോദിക്കൂല. എന്തേ? മറ്റുള്ളവന്റെ മുന്നിൽ നമ്മൾ പുഞ്ചിരി തൂകണം. നമുക്ക് എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും മറ്റുള്ളവന്റെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരി തൂകാൻ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. പുഞ്ചിരി സ്വതക്കയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആദരവായ റസൂലുള്ളാഹിന്റെ കഴുത്തിലുണ്ടായിരുന്ന ഷാളയെ അറാബി വലിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മിണ്ടിയില്ല. റസൂലുള്ളാഹി പുഞ്ചിരി തൂകുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹുവിനോട് മൂന്നാമതായിട്ട് അവിടുത്തെ ആളുകൾ ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തെ നിങ്ങളെ 4 വാഹനങ്ങളാക്കിയല്ലോ, അതിൽ 2 പറഞ്ഞല്ലോ, ഇതാ മക്കളെ മൂന്നാമതായിട്ട് പറയുകയാണ്, എന്റെ അടുക്കലേക്ക് ഞാൻ ആരാധനയിലേക്ക് തിരിഞ്ഞാൽ ഞാൻ ഇഖ്ലാസിന്റെ വാഹനം ഞാൻ കയറോ, ഞാൻ ഇഖ്ലാസിന്റെ വാഹനം ഞാൻ കയറും. നാലാമതായിട്ട് അദ്ദേഹം പറയുന്നു, എന്റെ അടുക്കലേക്ക് ഞാനൊരു തെറ്റിലേക്ക് തിരിഞ്ഞാൽ ഞാൻ തൗബയുടെ വാഹനം ഞാൻ കയറുമെന്ന് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് ഈ 4 വാഹനങ്ങള് അല്ലാഹുവിന്റെ ഈ ജീവിതത്തെ 4 വാഹനങ്ങളായി തിട്ടപ്പെടുത്തി എന്ന് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ഇവരെല്ലാം ദുനിയാവിലെ അത് വളരെ അധികം ഓരോ സമയങ്ങളെയും തിട്ടപ്പെടുത്തി ഓരോ സമയത്തെയും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കി തീർക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് നമ്മളൊരു പ്രയാസം ഉണ്ടാക്കി തീർക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എളുപ്പമുള്ളവരാകണം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾ എളുപ്പമുള്ളവരാകണേ. യസ്റൂ വലാ തുഅസ്സിറൂ ബശ്ശിറൂ വലാ തുനഫിറൂ. നിങ്ങൾ എളുപ്പമുള്ളവരാകണേ. നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തല്ല. നിങ്ങൾ എളുപ്പമുള്ളവരാകണേ. നിങ്ങൾ മറ്റുള്ളവരോട് പ്രയാസമുണ്ടാക്കല്ല. അത് ഏത് മതത്തിലായാലും, ഹിന്ദു മതമാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ആരുമാകട്ടെ, സഹോദര്യത്തിന്റെ കവചം സൃഷ്ടിക്കാൻ, സഹോദര്യത്തിന്റെ ഒരു നിലനിൽപ്പ്, സഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ ഒരു കവാടം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഒന്ന് ഉറപ്പിച്ചു വെക്കാൻ അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എവിടെയാണ് സഹോദര്യമുള്ളത്? എവിടെയാണ് സ്നേഹമുള്ളത്? മറ്റുള്ളവന്റെ മുഖത്ത് നോക്കിയിട്ട് തെറി വിളിക്കുന്ന, മറ്റുള്ളവന്റെ മുഖത്ത് നോക്കിയിട്ട് മറ്റുള്ളവനെ പറ്റിയിട്ട് ഏഷണിയും പരദൂഷണവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് അങ്ങാടിയുടെ തെരുവോരങ്ങളിൽ ഒന്ന് ഒത്തുകൂടുന്നത് തന്നെ ഇന്ന് കുടുംബ സംഗമം എന്ന പേരിൽ, കുടുംബശ്രീ എന്ന പേരിലൊക്കെ പെണ്ണുങ്ങളും നമ്മുടെ സഹോദരിമാരും എല്ലാവരും കൂടിച്ചെന്നുകൊണ്ട് മറ്റുള്ളവരും പല ആളുകളും മറ്റുള്ളവരെ പറ്റി ഏഷണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവന്റെ പച്ച ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ അടുക്കൽ എന്തെങ്കിലും തെറ്റുണ്ടോ നമ്മൾ ആദ്യം നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നമ്മൾ ആദ്യം നോക്കുക. എന്നിട്ട് മറ്റുള്ളവരോട് നമ്മൾ പറയാ. മറ്റുള്ളവരെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തു പറയും. മറ്റുള്ളവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നാട്ടിലിങ്ങനെ പരത്തുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മറ്റുള്ളവന് പ്രയാസമുണ്ടാക്കി തീർക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വബശ്ശിറൂ വലാ തുനഫിറൂ. നിങ്ങൾ മറ്റുള്ളവരോട് സന്തോഷ വാർത്ത അറിയിക്കണേ. ആരെയും നിങ്ങൾ വെറുപ്പിക്കല്ല, ആരെയും നിങ്ങൾ വെറുപ്പിക്കല്ല. മറ്റുള്ളവരെ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് ജീവിതത്തില് ഏകനായ അല്ലാഹുവിനോട് റബ്ബിനോടുള്ള സ്നേഹമാണ് ഒന്നാമതായിട്ട് നമ്മുടെ ഖൽബിലേക്ക് വരേണ്ടത്. അല്ലാഹു നിന്നെ തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു നിന്നെ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയേ. അല്ലാഹു നിന്നെ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കലാണ്. ഒരു നിമിഷം പോലും നമുക്ക് ആ ഒരു ഓർമ്മ വന്നാല് നമ്മൾ പിന്നെ തെറ്റിലേക്ക് പോകൂല. ഒരു തെറ്റിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു മനസ്സുണ്ടാകില്ല. ഈ ദിവസം മുതൽ അല്ലാഹുവേ, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ തൗബയുണ്ട്. 100 ആളുകളെ കൊന്നവന് തൗബയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്തു അല്ലാഹു മാപ്പാക്കി കൊടുത്തു. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിൽ പല പാപങ്ങളും ഉണ്ടാകും. അത് കഴുകി വൃത്തിയാക്കി എന്നാണ് ദുനിയാവിനോട് വിട പറയാന്ന് നമുക്കറിയില്ല. വയനാട് ജില്ലയിലെ ഒരു മുഅല്ലിമാണ് മരണപ്പെടുമ്പോ അവിടുന്ന് ഒരു വോയിസ് അയച്ചു. എന്തെന്ന് വെച്ചാൽ അദ്ദേഹം പറയാ, എനിക്ക് രോഗം വന്നു, വല്ലാത്ത പ്രയാസമാണ്. ഈ രോഗം വന്ന് എനിക്ക് വല്ലാത്ത പ്രയാസം, എനിക്ക് വല്ലാത്ത രോഗം വന്നുകൊണ്ട് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. ഞാൻ മരിക്കുന്നതിൽ ഞാൻ ഭയക്കുന്നില്ല. ഇസ്രായേല് എപ്പോഴും എൻ്റെ അടുക്കിലേക്ക് കടന്നു വരാം, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അടുക്കിലേക്ക് കടന്നു വരാം. പക്ഷേ ഞാൻ ആ മരണത്തെ ഞാൻ ഭയക്കുന്നില്ല. പക്ഷെ ഞാൻ ഭയക്കുന്നത് എൻ്റെ അടുക്കിലേക്ക് ഇസ്രായേല് കടന്നു വരുമ്പോ, നാളെ ഈ ലോകത്തോട് വിട പറയുമ്പോ, ഈ ലോകത്തിനോട് വിട പറയുമ്പോ എനിക്ക് വിഷമമില്ല, എനിക്ക് പ്രയാസങ്ങളില്ല. ജീവിതം തന്നത് അല്ലാഹുവാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തോട് വിട പറയേണ്ടവനാണ്. അതുകൊണ്ട് എനിക്ക് മരണത്തിന് ഭയമില്ല. പക്ഷെ എനിക്ക് ഭയമുള്ളത്, ഈ ലോകത്തോട് ഞാൻ വിട പറയുമ്പോ ഒന്നുമില്ലാതെ നാളെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകണ്ടേ എന്നുള്ളൊരു ചിന്തയുണ്ട്, എന്നൊരു പേടിയുണ്ട് എന്ന് ഒരു മുഅല്ലിം അവസാനമായി തന്റെ സുഹൃത്തിന് അയച്ച ഒരു വോയിസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ, നമുക്ക് എവിടെയാണ് നമ്മൾ ചെയ്ത അമലുകൾ, എവിടെയാണ് നമ്മൾ ചെയ്ത സ്വതക്ക, എവിടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നോമ്പ്, എവിടെയാണ് ഓരോ ദിവസങ്ങളിലോ 5 വഖ്ത് അല്ലാഹുവിന് വേണ്ടിയിട്ട് 5 നേരങ്ങളിൽ സുജൂദ് ചെയ്തിട്ട് അല്ലാഹുവിനോട് ദുആ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ അമലുകൾ ചെയ്യുന്നതോടൊപ്പം ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലർത്ഥമില്ലല്ലോ ഒരുപാട് അമലും ചെയ്യാം, ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്യാം. ഇതിലർത്ഥമില്ലല്ലോ. മുഅ്മിനീങ്ങളെ, ഈ പാപമംഗലമായ ഈ ഹൃദയത്തെ കഴുകിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ആയുസ് നീട്ടിത്തരട്ടെ. മുഅ്മിനീങ്ങളെ, ദുആ ചെയ്തോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുനിയാവിലൊരു സ്വർഗ്ഗം, ദുനിയാവിലെ സ്വർഗ്ഗമാണ് ഇൽമു പറയുന്ന സദസ്സ് എന്നത്. അതുകൊണ്ട് ദുനിയാവിലെ സ്വർഗ്ഗമാണിത്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ മടിക്കല്ല, ആമീൻ പറയാൻ മടിക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ, സ്വർഗ്ഗം നൽകണേ. അല്ലാഹുവേ, സ്വർഗ്ഗം നൽകണേ റഹ്മാനെ. സ്വർഗ്ഗം വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈബന്ധിച്ച് നിങ്ങൾ ഈ സ്വാതന്ത്ര്യദിനത്തിന് കൊടി ബന്ധിക്കുന്നവർ ബന്ധിക്കില്ലേ? മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. 2 വട്ടം പൊക്കുന്ന ആളുകളെ കണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. നരകത്തെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വർഗ്ഗം വേണമെന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം. വേണ്ടേ? സ്വർഗ്ഗം വേണ്ടേ? വേണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു സ്വർഗ്ഗത്തിലാക്കട്ടെ. സ്വർഗ്ഗം ചോദിക്കുമ്പോൾ നിങ്ങൾ സ്വർഗ്ഗം ചോദിക്കണം. അല്ലാഹു നമ്മളെപ്പോഴും ദുആ ചെയ്യാറുണ്ട്. നമ്മൾ സ്വർഗ്ഗത്തിന്റെ അങ്ങേയറ്റം നമ്മൾ ചോദിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിന് അല്ലാഹുവിന് വേണ്ടിയിട്ട് റബ്ബിന് വേണ്ടി മാറ്റിവെക്കണം. അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ കൽബങ്ങളിൽ ഉണ്ടാകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്, ആരെങ്കിലും എന്നെ തൊട്ട് എന്ന് പിന്തിരിഞ്ഞു കളഞ്ഞാൽ വമൻ അറള ഇൻദ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى. എന്നെ ഓർക്കുന്നതിനെ തൊട്ട് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ
കുടുസായ ജീവിതമാ, അവന് കുടുസായ ജീവിതമാ. മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു അനുഗ്രഹങ്ങൾ എമ്പാട് നൽകിയിട്ടുണ്ട്. നമുക്ക് മക്കൾ അല്ലാഹു നൽകിയിട്ടുണ്ട്, ഭാര്യ അല്ലാഹു നൽകിയിട്ടുണ്ട്, സ്നേഹനിധിയായ ഭർത്താവിനെയും അല്ലാഹു നൽകിയിട്ടുണ്ട്. എല്ലാത്തിലും ഉപരി ജീവിതത്തിന്റെ തുടക്കം മുതലേ, വളർന്നു വരുന്നത് മുതലേ എല്ലാത്തിനും താങ്ങും തണലുമായി നമുക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. എല്ലാം അല്ലാഹു നൽകിയതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏകനായ റബ്ബിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ, അല്ലാഹുവിന് വേണ്ടിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ജീവിതം നമ്മൾ വെറുതെ ഇങ്ങനെ തീർക്കലല്ല. ജീവിതത്തിൽ ഒരു സ്നേഹമുണ്ടോ, നമുക്ക് പ്രേമുണ്ടോ, അത് അല്ലാഹുവിന് മാറ്റിവെക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര ആളുകളാണ് മരണാസന്ന സമയത്ത് പോലും തന്റെ ഈമാൻ ഉറച്ചുകൊണ്ട് അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് പറഞ്ഞു പല ആളുകളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പല ആളുകളും നിങ്ങളെ എത്ര വിഷമഘട്ടങ്ങളിലായാലും അല്ലാഹുവിന് വേണ്ടി, റബ്ബിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിച്ചവരായിരുന്നു മുനിങ്ങളെ. അതുകൊണ്ട് അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും ആ ഒരു മുഹബ്ബത്ത്, അല്ലാഹുവിനോടുള്ള സ്നേഹത്തോടു കൂടെ റസൂലുള്ളാഹിനോടുള്ള ഒരു മുഹബ്ബത്തും നമ്മുടെ കൽബിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അല്ലാഹു ഇതിന് തൗഫീഖ് നൽകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമുക്കറിയാം, ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ചിരുന്ന കാലഘട്ടത്ത് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നുകൊണ്ട് ശാന്തിയുടെ ഒരു വെള്ളി വെളിച്ചം, സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം വാഹകരായ റസൂലുള്ളാഹി കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ, ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. 6 വയസ്സാകുമ്പോഴേക്ക് തന്റെ മാതാവ് നഷ്ടപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നീടുള്ള ജീവിതമാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തന്റെ അനുയായികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് വെച്ചുകൊണ്ട്, മുഹബ്ബത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നുവോ അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. നബിയേ, അങ്ങ് കടലിലേക്കാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ കടലിലേക്ക് വരാം. ചെയ്യുമ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്തുടരുകയാണ്. റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് നിങ്ങളെ ജീവിത കാലയളവിൽ അല്ലാഹുവിന്റെ വഴികാട്ടിയായ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഴികാട്ടിയായ സിദ്ദീഖ് തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെയും മർദ്ദിക്കുകയാണ്. ആരാണ് സിദ്ദീഖ് തങ്ങള്? സിദ്ദീഖ് തങ്ങള് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക്, റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് അങ്ങേയറ്റമായിരുന്നു. ഒരിക്കൽ തന്റെ സദസ്സില് ആദരവായ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഇന്നാരാണ് നോമ്പ് നോറ്റത്? തന്റെ അടുക്കലുള്ള ആളുകൾ പറയുന്നു, നബിയേ. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഈ സദസ്സിൽ നിന്നും ഒരാൾ കൈയുയർത്തുകയാണ്. ആരാണത്? ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖ് തങ്ങളാ. ഹബീബ് ചോദിക്കുകയാണ്, ഇന്നാരാണ് സ്വതക്ക നൽകിയത്? ഇന്നാരാണ് സ്വതക്ക നൽകിയത്? അപ്പോഴും ഒരാൾ കൈബന്ധിക്കുകയാ, സിദ്ദീഖ് തങ്ങളാ. ഇന്നാരാണ് രോഗിയെ സന്ദർശിച്ചത്? ചോദിച്ചപ്പോ ഈ സദസ്സിൽ നിന്നും ഒരാൾ കൈബന്ധിക്കുകയാണ്. അവരാരാ? സിദ്ദീഖ് തങ്ങളാ. സൂറന്ന ഗുഹയിലേക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സിദ്ദീഖ് തങ്ങളും കടന്നു ചെന്നപ്പോ റസൂലുള്ളാഹിക്ക് വേണ്ട സംരക്ഷണം നൽകുമ്പോ തന്റെ കാലിലേക്ക് പാമ്പ് കുത്തുകയാണ്. കരഞ്ഞു പോകുന്നു. സിദ്ദീഖ് തങ്ങൾ അവിടുന്ന് ഒച്ച ഉണ്ടാക്കിയില്ല, ശബ്ദമുണ്ടാക്കിയില്ല. റസൂലുള്ളാഹി എഴുന്നേറ്റാലോ റസൂലുള്ളാഹി മയങ്ങുകയാണ്.
റസൂലുള്ളാഹി ഉറങ്ങുകയാ. പക്ഷേ സിദ്ദീഖിന്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണീര് വരികയാ. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഈ കണ്ണുനീരറിയാതെ വീഴുകയാണ്. റസൂലുള്ളാഹി എഴുന്നേറ്റു സിദ്ദീഖിനോട് ചോദിച്ചു, സിദ്ദീഖേ, എന്താണ് സിദ്ദീഖേ? റസൂലുള്ളാഹിന്റെ കൂടെ ഹദറമായ റസൂലുള്ളാഹിന്റെ കൂടെ എപ്പോഴും അബൂബക്കർ തങ്ങൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടുപേരെയും ശത്രുക്കൾ മർദ്ദിക്കുകയാണ്. ബോധരഹിതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ബോധരഹിതനായപ്പോ തന്റെ വീട്ടിലേക്ക് തന്റെ കുടുംബക്കാരെ കൊണ്ടുപോവുകയാണ്. സിദ്ദീഖ് തങ്ങളെ അവിടുന്ന് വെള്ളം കുടഞ്ഞു നോക്കി. സിദ്ദീഖ് തങ്ങൾ അവസാനം എഴുന്നേൽക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ അവിടുന്ന് അവസാനം എഴുന്നേറ്റ് ചോദിക്കുന്നതെന്താ? തന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊലിക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, എന്റെ ഹബീബ് എവിടെയാ? എന്റെ ഹബീബ് എവിടെയാ? എന്റെ ഹബീബിനെ കാണുന്നില്ലല്ലോ. എന്റെ ഹബീബിന് എന്തെങ്കിലും സംഭവിച്ചോ? ചോദിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്നുള്ളൊരു ആഗ്രഹവുമായി സിദ്ദീഖ് തങ്ങൾ എഴുന്നേൽക്കാൻ പുറപ്പെട്ടപ്പോ അവര് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, അങ്ങേക്ക് രോഗമാണ്, അങ്ങേക്ക് പ്രയാസമാണ്, എഴുന്നേൽക്കാൻ കഴിയില്ല. അങ്ങയുടെ ശരീരത്തിൽ നിന്നും രക്തം ഒലിച്ചു വരികയാണ്. അതുകൊണ്ട് ഇപ്പോഴോ ഹബീബിനൊരു കുഴപ്പമില്ല, അല്ലാഹുവിന്റെ ഹബീബിനൊരു കുഴപ്പമില്ല. അതുകൊണ്ട് സിദ്ദീഖേ, നിങ്ങൾ ഇവിടെ വിശ്രമിച്ചോ എന്ന് പറയുമ്പോഴും സിദ്ദീഖ് നിങ്ങൾ പറയാ, ഇല്ല ഇല്ല, എന്റെ ഹബീബിനെ കാണാതെ, എന്റെ ഹബീബിനെ കാണാതെ എനിക്കൊരു സമാധാനമില്ല എന്നാദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് അങ്ങേയറ്റമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാമ ഇഖ്ബാൽ പാടിപ്പോയത്, परवाने को चिराग है बुलबुल को दूर बस सिद्दीक के लिए खुदा को रसूल बस പ്രാണികൾക്ക് അതിന്റെ വിളക്ക് മാടങ്ങൾ അത് മതിയേ, പൂമ്പാറ്റകൾക്ക് പൂമതിയേ. പക്ഷേ റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടത് അത് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു അവരോടൊപ്പം നാളെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകരിച്ചത്, സമ്പത്ത് ഉപകരിച്ചത് അത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സമ്പത്താണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകരിച്ചത് മറ്റാരെക്കാളും അള്ളാന്റെ ഹബീബ് പറയുകയാണ് അബൂബക്കറിന്റെ സമ്പത്താണെന്ന്. മുഅ്മിനീങ്ങളെ, ഇവരെല്ലാം റസൂലുള്ളാഹിനോടുള്ള സ്നേഹം അവർ റസൂലുള്ളാഹിന്റെ കൂടെയായിരുന്നു. റസൂലുള്ളാഹിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മുഅ്മിനീങ്ങളെ, ഒരു ദിവസമെങ്കിലും ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു 100 സ്വലാത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ, അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു മുഹബ്ബത്ത് നല്ലൊരു മാസമാണ്. ആ മുഹബ്ബത്ത് കൽബിൽ എപ്പോഴും ഉണ്ടാകണം, സ്നേഹം നമ്മൾ നിലനിർത്തണം. അതുകൊണ്ട് തന്നെയാണല്ലോ മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിനെ ഏറെ സ്നേഹിച്ചിരുന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനീങ്ങളെ, ആരായിരുന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു? ഇന്നും സലാലയുടെ മാണിക്യമായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടില്ല, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. എപ്പോഴും കരുതാറുണ്ട് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട്. അത്രയും മുഹബ്ബത്താ, അത്രയും സ്നേഹമാ
മുറ്റത്തെത്തിയ ഉവൈസുൽ ഖർനിക്ക് എന്തേ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിയാത്തത്? തന്റെ മാതാവ് വയോവൃദ്ധയാണ്. തന്റെ മാതാവ് പറഞ്ഞു, മോനെ നീ പോകല്ല, ഞാൻ ഒറ്റക്കാകുമല്ലോ. തന്റെ മാതാവിനെ നോക്കണമെന്നുള്ളൊരു ഒരേ ഒരു കാര്യമാ മദീനയിലേക്ക് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന് പോകാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി വഫാത്തായി. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉഹുദിന്റെ രണാങ്കണങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുൻപല്ല് പൊട്ടുകയാണ്. ചുണ്ട് പൊട്ടി റസൂലുള്ളാഹിന്റെ ചുണ്ട് പൊട്ടുകയാണ്. ചോര വാർന്നൊലിക്കുമ്പോ സ്വഹാബത്ത് വന്നുകൊണ്ട്, ഹരിയാരിതങ്ങൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചോര ഇങ്ങനെ ഒപ്പി ഒപ്പി എടുക്കുകയാണ്. തീർന്നില്ല, ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്തുണ്ടായിരുന്ന ചുണ്ടിലുണ്ടായിരുന്ന മുറിവ് അവിടുന്ന് പാകപ്പെടുത്തുകയാണ്. ആ മുറിവിലുണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ മുൻപല്ല് പോയി. ഈ മുൻപല്ല് പൊട്ടിപ്പോയി. മദീനയിലേക്ക് പോകുമ്പോഴും ഈ ഉവൈസുൽ ഖർനി അന്വേഷിക്കാറുണ്ട്. റസൂലുള്ളാഹിനോട് എന്റെ അന്വേഷണം പറയണം. മദീനയിൽ നിന്നാരെങ്കിലും കച്ചവടം കഴിഞ്ഞു വന്നാൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, റസൂലുള്ളാഹിക്ക് സുഖല്ലേ, റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിന്റെ രണാങ്കണങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുൻപല്ല് പൊട്ടിപ്പോയെന്നറിഞ്ഞപ്പോ ഉവൈസുൽ ഖർനി തന്റെ താഴെ ഉണ്ടായിരുന്ന കല്ലെടുത്തിട്ട് തന്റെ പല്ലതാ പൊട്ടിക്കുകയാ. റസൂലുള്ളാഹിന്റെ പല്ല് ഏതാണോ പൊട്ടിയത്, ഏത് പല്ലാണോ പൊട്ടിപ്പോയത്, ആ പല്ല് നോക്കിയിട്ട് കല്ലെടുത്ത് കുത്തി പൊട്ടിക്കുകയാണ് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി അവസാനമായി പറഞ്ഞത്, കർണ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ കടന്നു വരാനുണ്ട്. കർണഗോത്രത്തിൽപ്പെട്ട ഒരാൾ കടന്നു വരാറുണ്ട്. അദ്ദേഹം കടന്നു വന്നാൽ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ പറയണേ എന്ന് ആദരവായ റസൂലുള്ളാഹി, ദുആ ചെയ്യാൻ നിങ്ങൾ അവരോട് പറയണേ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, അവിടുന്ന് കാലങ്ങൾക്ക് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ലോകം അടക്കി ഭരിക്കുന്നത്, ആ മദീനയെ അടക്കി ഭരിക്കുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. ആ കാലമായിരുന്നു കർണ ഗോത്രത്തിൽപ്പെട്ട് അദ്ദേഹം കടന്നു വരുന്നത്. അവരോട് ദുആ ചെയ്യാൻ പറയുകയാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഇവരെല്ലാം റസൂലുള്ളാഹിനോടുള്ള അതിരട്ട സ്നേഹമാണ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഉമ്മത്തിനെ വരെ കാണാൻ അല്ലാഹുവിന്റെ ഹബീബ് കൊതിച്ചത്രേ. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, എവിടെയാണ് എന്റെ സഹോദരങ്ങള്? എവിടെയാണ് എന്റെ സഹോദരങ്ങള്? എന്റെ സഹോദരങ്ങൾ എവിടെയാ? സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ? അല്ല സ്വഹാബ, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ അനുയായികളാ, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്. നിങ്ങൾക്ക് ശേഷം കടന്നു വരാനുള്ള ആളുകളുണ്ട്, അവരെന്നെ പിൻപറ്റുന്നവർ, അവരെന്നെ എനിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, അവരെന്നെ കാണാതെ വിശ്വസിക്കുന്ന ആളുകളാണ്, അവരാണ് എന്റെ സഹോദരങ്ങളെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി പറഞ്ഞു, അവസാന കാലഘട്ടത്ത് എന്റെ കൗമ് അത് പ്രധാനപ്പെട്ടതാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹു സുമ്മല്ലദീന യലൂനഹു സുമ്മല്ലദീന യലൂനഹു. ഏറ്റവും നല്ല നൂറ്റാണ്ട് അതിന്റെ നൂറ്റാണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നൂറ്റാണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നൂറ്റാണ്ടാണെന്ന് ഷഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി അവസാനമായി ഒരു കൂട്ടം ആളുകൾ വരാറുണ്ട്. അവര് നാളെ എന്റെ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് വരുമ്പോ ഒരു വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തട്ടി മാറ്റുമത്രേ, അവരോട് പോകാൻ പറയുമത്രേ, അവരോട് അവരെ തട്ടി മാറ്റുമത്രേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, അവരാരാണ്? എനിക്ക് എന്റെ കാലശേഷം
എന്റെ കാലശേഷം എന്റെ ഓരോ കാര്യങ്ങളും ഈ സുന്നത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന എന്നെ ധിക്കരിക്കുന്ന ആളുകളാണ് അവരാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നേരാവണ്ണം ജീവിക്കാൻ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള ഒരു മുഹബ്ബത്ത്, ആ ഒരു സ്നേഹം ഖൽബിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ മൗലിദ് നടത്തും. റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ മാത്രം നമ്മൾ മൗലിദുകൾ നടത്താറുണ്ട്. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മൗലിദുകളില്ല. മുഅ്മിനീങ്ങളെ ഇന്ന് നമ്മുടെ മനസ്സിൽ കരുതുക, എപ്പോഴും നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു മൗലിദ് നമ്മൾ ചൊല്ലുക. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ എൻ്റെ പെങ്ങന്മാര്, എൻ്റെ സഹോദരന്മാര് ഇതെല്ലാം ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൃഢമാക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ആരായിരുന്നു സുമാമ? യമാമയിലെ ഒരു വലിയ നേതാവായിരുന്ന സുമാമയെ പിടിച്ചു കെട്ടുകയാണ്. ഒരു വൃക്ഷത്തിന്റെ മേൽ പിടിച്ചു കെട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിച്ചു കെട്ടിയപ്പോ അവിടുന്ന് അദ്ദേഹം പറയുകയാണ്, സുമാമ, എന്തുണ്ട് സുമാമ, നല്ലത് തന്നെ. നിങ്ങളെന്നെ വധിച്ചാൽ അതും നല്ലത് തന്നെ. പക്ഷേ നിങ്ങളെന്നെ വിട്ടയച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി ചെയ്യാം. സുമാമ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദീനാറുകൾ നൽകാം എന്ന് സുമാമ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോ റസൂലുള്ളാഹി മിണ്ടിയില്ല. രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ പറഞ്ഞു. സുമാമ, എന്തുണ്ട് സുമാമ, നല്ലത് തന്നെ. പിന്നെയും പറയുമ്പോ അന്നും അവിടുന്ന് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അല്ലാഹുവിന്റെ ഹബീബൊന്നും മിണ്ടിയില്ല. മൂന്നാമതും സുമാമയോട് ചോദിച്ചു, എന്തുണ്ട് സുമാമ? അവിടുന്ന് പറയുന്നു, ഇത് തന്നെയാണ് പറയുന്നു. നാലാമതും അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു. കെട്ടഴിച്ചു വിടുകയാണ്. സുമാമ നേരെ ചെല്ലുകയാണ്. ഈന്തപ്പനയോലയുടെ മുഖത്തലങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അതാ അവിടുന്ന് കുളിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇങ്ങനെയൊരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെയൊരു രാജാവിനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ ഞാൻ ധിക്കരിച്ചതാണ്. നിങ്ങളെ ഞാൻ അങ്ങേറ്റം ധിക്കരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലെല്ലാം നിങ്ങളെയോടുള്ള ഒരു ശത്രുത ഉണ്ടാക്കി തീർത്തിരുന്നു. നിങ്ങളുടെ മതത്തെ ഞാൻ ധിക്കരിച്ചു. ഞാൻ ലാത്തയിലേക്കും മനാത്തയിലേക്കും പോയവരാണ്. പക്ഷേ എനിക്ക് എന്റെ ഹബീബ് റസൂലുള്ളാഹ് അങ്ങന്റെ ഹബീബാണ്. ഈ മതമെന്റെ എന്റെ നെഞ്ചിനാൽ ഞാൻ ഇതിലേക്ക് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ സുമാമ തന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ആളുകൾ ചോദിച്ചു, അല്ല സുമാമ, നീ ആ നാട്ടിലേക്ക്, ഈ മതത്തിലേക്ക് പോയോ? മുഹമ്മദിന്റെ സമുദായത്തിലേക്ക് പോയോ? അവര് പറയുന്നു, ഞാൻ അതിലേക്ക് വിശ്വസിക്കുകയാണ്, ഞാൻ അതിലേക്ക് പോയെന്ന് പറയുമ്പോ അവരോട് പറയുന്നു, യമാമയിൽ നിന്ന്, തന്റെ നാട്ടിൽ നിന്നൊരു മണി പോലും, ഒരു വിത്ത് പോലും ഈ മക്കയിലേക്ക് കടന്നു വരികയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കണ്ട് എത്ര പേരാണ് വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന് ഇറക്കി കൊടുത്തു. പോപ്പ് സംഗീതജ്ഞനായ ഒരാൾ മുസ്ലിം രാഷ്ട്രമായ മൊറോക്കോ അവിടുന്ന് സഞ്ചരിക്കാൻ, മൊറോക്കോ കാണാൻ, മൊറോക്കോ ഒന്ന് വിസിറ്റ് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അദ്ദേഹം മുസ്ലിം രാഷ്ട്രമായ മൊറോക്കോയിലേക്ക് കടന്നു ചെന്നപ്പോ തന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി കേൾക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന
മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് ബാങ്ക് കേൾക്കുമ്പോ മൊറോക്കോ സഞ്ചരിക്കാൻ ചെന്ന ഈ ലോക പ്രശസ്തരായ പോപ്പ് സംഗീതജ്ഞർ അവിടുന്ന് ചോദിക്കുകയാണ്, ഇതേതാണ് മ്യൂസിക്, ഇതേതാണ് മ്യൂസിക്, വാട്ട് ഈസ് ദ മ്യൂസിക്, ഇതെന്ത് മ്യൂസിക്കാണ് എന്ന് ചോദിച്ചവർ പറഞ്ഞു, അവിടെ ഈ മ്യൂസിക് എന്ത് മ്യൂസിക്കാണ്, മ്യൂസിക് ഓഫ് മണി, പണത്തിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക്കാണോ, മ്യൂസിക് ഓഫ് പവർ, പവറിന് വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക്കാണോ, ഇതൊന്നുമല്ല ആളുകൾ പറയുകയാ, it is the music of God, ഇത് ദൈവത്തിന്റെ സംഗീതമാ, ഇത് ദൈവത്തിന്റെ സംഗീതമാ. മൊറോക്കോ സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് തന്റെ നാട്ടിലേക്ക് കടന്നു വരികയാണ്. നാട്ടിൽ തന്റെ കടൽ തീരങ്ങളിൽ ഇങ്ങനെ കുളിക്കുന്ന ടൈമിൽ തന്റെ തിരമാല എങ്ങോ കൊണ്ടുപോവുകയാണ്. ഞാൻ വിളിച്ചു, മൈ ഗോഡ്, എന്റെ ദൈവമേ, ഇറ്റ് ഈസ് സേവ് മീ, എന്നെ നീ രക്ഷപ്പെടുത്തണമേ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി ഇസ്രായേലിൽ നിന്നും ഒരാൾ കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആനിനെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ മാസ്മരികതമായ വചനങ്ങൾ കേട്ടുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരോ ജീവിതം പഠിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇന്നും നമ്മളൊന്ന് യൂട്യൂബിൽ സെർച്ച് നോക്കിയാൽ നമുക്കറിയാം, പോപ്പ് സംഗീതജ്ഞനായ അദ്ദേഹത്തിന്റെ ത്വാല അൽ ബദറും അതുപോലെ തന്നെ ഒരുപാട് സംഗീതങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് അത് ഖൽബിൽ അല്ലാഹു നിലനിർത്തി തരട്ടെ, അല്ലാഹു നിലനിർത്തി തരട്ടെ, അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, യഥാസമയം അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനു വേണ്ടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് അങ്ങേയറ്റമാണ്. മദീനയിൽ പോണം എന്നുള്ളവരൊക്കെ ഒന്ന് കൈബന്ധിച്ച് നിങ്ങളൊന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. മദീനയിലേക്ക് നമുക്ക് പോകണം. അവിടത്തോടുള്ള ഒരു സ്നേഹമാണ്. ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ ഇവിടെ വാങ്ങാം. റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് അത് നമ്മുടെ കൽബങ്ങളിൽ ഉണ്ടാകണം. ഇത് നമ്മൾ പറയും റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണമാണ്, റസൂലുള്ളാഹിന്റെ സ്നേഹഭാജനമാണ്, എന്റെ ചങ്കാണ് റസൂലുള്ളാഹ്, എന്റെ കരളിന്റെ കഷ്ണമാണ് എന്നൊക്കെ നമ്മൾ നാവ് കൊണ്ട് പറയെങ്കിലും റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ പോലും സ്വലാത്ത് ചൊല്ലാൻ മടിക്കുന്ന ആളുകളുണ്ട്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടാൽ പോലും സ്വലാത്ത് ചൊല്ലാത്ത ആളുകളുണ്ട്. മുഅ്മിനീങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനാരാ? എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനെന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് വേണ്ടി റബ്ബിന് വേണ്ടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അബൂബക്കർ അൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിത കാലയളവ് അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടിയിട്ട് നീക്കി വെക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള അതിരട്ടി സ്നേഹമാണ്, അതിരട്ടി സ്നേഹമാണ്, റസൂലുള്ളാഹിനോടുള്ള അങ്ങേയറ്റ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പല കവികളും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അവിടുത്തെ ജീവിതത്തെ പറ്റി പലരും അവിടുന്ന് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരു തന്റെ ഈ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് പാടിയത്, സരളാധ്യായ ഭാഷകരണ ഗുരുവോ ഈ അനുകമ്പയുണ്ടായവൻ, പുരുഷാകൃത പൂണ്ട ദൈവമോ നരവിവ്യാരി പൂണ്ട പുത്രനോ പരമേശ്വര പവിത്ര പുത്രനോ കാരുണ്യവാൻ നബി മണിമുത്തുരത്നമോ അബൂബക്കർ അൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോടുള്ള അങ്ങേറ്റമുള്ള സ്നേഹമാ, അങ്ങേറ്റമുള്ള സ്നേഹമാ. തന്റെ അടുക്കലിൽ നിന്ന് ബഗ്ദാദ് എന്ന ദേശത്ത് നിന്ന് മദീനയിലേക്ക് കടന്നു വരികയാണ്. കടന്നു വരണമെങ്കിൽ ഒരു രാജ്യം വിട്ടിട്ട് മദീനയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ രാജ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോ ഈ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരികയാണ്.
റസൂലുള്ള പറഞ്ഞത്രേ, ഇന്ന ഒരാൾ നിന്റെ രാജ്യത്തിലൂടെ നിന്റെ ദേശത്തിലൂടെ കടന്നു വരാനിരിക്കുന്നു, അദ്ദേഹത്തെ വിടാൻ പാടില്ല. അയാളെങ്ങാനും അദ്ദേഹമെങ്ങാനും അവരെങ്ങാനും എന്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ ഞാൻ റൗദാ ശരീഫിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരുമെന്ന് ത്വഹാ റസൂലുള്ളാഹ്. അബൂബക്കർ ബാഗ്ദാദി വല്ലാതെ സന്തോഷത്തോടു കൂടെ വരികയാണ്. ആഗ്രഹമാണ് മദീന, ഇഷ്ടം മദീന, എന്നിഷ്കും മദീന, കൽവിൽ മദീന, ഒന്നു കാണാൻ മദീന, മോഹം മദീന, മഹബൂബിൽ മദീന, അനുരാഗം മദീന, കനിവേകും മദീന, മോഹം മദീന, മഹബൂബിൽ മദീന, അനുരാഗം മദീന, കനിവേകും മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാ, പ്രേമമാ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരികയാണ്. തന്റെ മനസ്സിന് വല്ലാതെ ഓരോ സ്വപ്നങ്ങൾ കാണുകയാണ്. നാളെ എന്റെ ഹബീബിന്റെ റൗദ കാണുമല്ലോ, ഹബീബിന്റെ പച്ചക്കുപ്പ കാണുമല്ലോ. അബൂബക്കർ ബാഗ്ദാദി കടന്നു വരുമ്പോ ആ നാട്ടിലുള്ളവർ തടയുകയാണ്. നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോകണേ. തിരിച്ച് നാട്ടിലേക്ക് പോവുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെയും അവളൊന്ന് ആലോചിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്കൊന്ന് പോയാൽ, റസൂലുള്ളാഹിന്റെ മദീനയിലേക്കൊന്ന് പോയാൽ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം വെച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോ ആ നാട്ടിലുള്ള രാജാവിന്റെ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് വരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞത്രേ, നിങ്ങളുടെ അടുക്കിലേക്ക് ഇന്നയാള് വരോ, അദ്ദേഹം എങ്ങനെയാ കടന്നു വരിക? വിറക് കെട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിട്ടാണ് കടന്നു വരിക. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്റെ മേലൊന്ന് സ്വലാത്ത് ചൊല്ലണേ എന്ന് ആദരവായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവന്റെ ഹബീബ് അങ്ങനെ സ്വപ്നത്തിൽ പറഞ്ഞു, അദ്ദേഹം ഒരു വിറക് കെട്ടിന്റെ ഉള്ളിൽ ഒളിക്കുകയാണ്. വിറക് കെട്ടിന്റെ ഉള്ളിൽ ഒളിച്ചു. മദീനയിലേക്ക് പോകുന്ന കച്ചവടക്കാരുടെ വിറക് കെട്ടിന്റെ ഉള്ളിൽ ഒളിച്ചാൽ ആര് കാണാനാ, ആര് കാണാനാണ് എന്റെ പ്രിയമുള്ളവരെ? രാജാവ് കാണില്ല, മുമ്പത്തേതുപോലെ എന്നെ ഇറക്കി വിടില്ല, എന്നെ തിരിച്ചയക്കില്ല. വിറക് കെട്ടുകാരോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്. അബൂബക്കർ ബാഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഈ വിറക് കെട്ടിന്റെ ഉള്ളിൽ ഒളിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകും വഴിയേ അമരന്മാർ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് സ്വലാത്ത് ചൊല്ലുകയാണ്. റസൂലുള്ളാഹിന്റെ പേര് കേട്ടപ്പോഴേ അറിയാതെ കൽബിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ താൻ എവിടെയാണെന്ന് ചിന്തയില്ലാതെ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുകയാ. പക്ഷേ അവിടുന്ന് അറിയാതെ വിറക് കെട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാ. ഭടന്മാര് പിടികൂടുകയാണ്. ഇല്ല ഇല്ല, നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോകേണ്ടതുണ്ട്, നിങ്ങൾ മദീനയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴതാ തന്റെ ആശയില്ലാതെയാവുകയാ, തന്റെ സ്വപ്നം പൂവണിയാതിരിക്കുകയാ. വരാൻ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം വെച്ചെന്റെ അടുക്കിലേക്ക് വന്നാലോ ഞാൻ ചെറുപ്പം നിങ്ങൾ എഴുന്നേറ്റ് പോകേണ്ടി വരോ എന്നാദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്രേ. അവരൊക്കെ റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത്, അങ്ങേയറ്റം ഹുബ്ബ് നമ്മളൊക്കെ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ അള്ളാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ സ്വലാത്ത് നമ്മൾ പതിവാക്കണം. പല ആളുകളുണ്ടാകും, പല ഉപ്പമാരുമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മളറിയാതെ 1,00,000 സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുണ്ട്.
കാരണം എന്താ? അവരുടെ ജീവിത വഴി തന്നെ, ജീവിത വിജയം തന്നെ അത് സ്വലാത്താണ്. സ്വലാത്ത് മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്കൊക്കെ എന്തൊരു വലിയ സൗഭാഗ്യമാണ്. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ വെറുതെ നാവിനൊരു പ്രശ്നമില്ല, നാവ് കൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഈ നാവ് കൊണ്ട് ഒഴിവുള്ള ടൈമിലെല്ലാം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് നമ്മൾ എപ്പോഴും ചൊല്ലുക. അല്ലാഹു ഇതിന് തൗഫീഖ് നൽകട്ടെ. സുൽത്താന സ്വപ്നത്തിൽ നമുക്ക് കാണണ്ടേ മുഅ്മിനീങ്ങളെ, സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കുക. അല്ലാഹുവിൻ്റെ ഹബീബിന്റെ അടുക്കലേക്ക്, മദീനയിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ട്. റഹ്മാനേ, അല്ലാഹുവേ ഞങ്ങളെ മദീനയിലേക്ക് എത്തിക്കണം റബ്ബേ. അല്ലാഹുവേ, പോയവരുണ്ട് റബ്ബേ, നീയും പോവാനുള്ള സൗഭാഗ്യം നൽകണം റബ്ബേ, സൗഭാഗ്യം നൽകണേ അല്ലാഹ്. സ്വലാത്ത് നമ്മൾ പതിവാക്കാം. അല്ലാഹു ഇതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോവുകയില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എനിക്ക് തന്നത് 10 മണിയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും അല്ലാഹു നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം. സ്വർഗം വേണ്ടേ? വേണ്ടേ? സ്വർഗം വേണ്ടവര് 4 വിഭാഗക്കാരാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗം വേണ്ട ആളുകൾ ഒന്നാമതായി സ്വർഗം അവരെ മാടി വിളിക്കുമത്രേ. സ്വർഗം അവരെ മാടി വിളിക്കുമത്രേ. ആ 4 ആളുകൾ വേണം എന്നുള്ളവരൊക്കെ നിർബന്ധിച്ച്, വേണം എന്നുള്ളവര്, അത് പറയണം എന്നുള്ളവർ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനമായി ഞാൻ പറയുന്നതാണ്. ഞാൻ മറന്നാൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തണ്ട. ആരെങ്കിലും എഴുന്നേറ്റ് ഓർമ്മപ്പെടുത്തിയാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ പ്രാവർത്തികമാക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരു മഹാൻ ഇങ്ങനെ എൻ്റെ വഴിയരികിലൂടെ കൊണ്ടുപോവുകയാണ്. ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നടന്നു പോകാം. തന്റെ നിസ്കാരത്തിന്റെ സമയമായി വുദൂ ചെയ്യാൻ തന്റെ അടുക്കൽ ഒരു വെള്ളമില്ല, ഒരു കിണറ് കാണുകയാണ്. അനുയായികൾ പറഞ്ഞു, തങ്ങളെ ഒരു കിണറവിടെയുണ്ട്. ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ കിണറ്റിലേക്ക് നോക്കിയപ്പോ അതാ ഒരു പൊട്ടക്കിണറാ. പൊട്ടക്കിണറ്റിലൊരു വെള്ളമുണ്ട്, ചാഴിയിലാണ്, ആഴത്തിലാണ് വെള്ളം. അതെങ്ങനെ കിട്ടാനാണ്? എങ്ങനെ കിട്ടാനാണ്? അങ്ങനെ എവിടെ നിൽക്കുമ്പോ തന്റെ അടുക്കൽ ബക്കറ്റോ കയറോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരു കുഞ്ഞുമോളാ. ഈ കുഞ്ഞുമോളോട് ചോദിച്ചപ്പോ ഈ കുഞ്ഞുമോള് കടന്നു വരികയാണ്. ബക്കറ്റിനെ കുറിച്ച് ചോദിച്ചു, ഒന്നുമില്ല. ഈ കുഞ്ഞുമോള് കടന്നു വന്നിട്ട് ഈ പൊട്ടക്കിണറ്റിലേക്ക് തുപ്പുകയാണ്. ഈ വെള്ളം ഉയർന്നു വന്നു. മാനവരുകൾ നിസ്കരിക്കുകയാണ്, തന്റെ അനുയായികൾ നിസ്കരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോ കുഞ്ഞുമോളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാ, യാ ബുനയ്യ, മോളെ മോളെ, തന്റെ ജീവിതത്തില് നിന്റെ നാവിന് ഇത്ര ബർക്കത്തുണ്ടാകാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോ ആ കുഞ്ഞുമോള് പറയുകയാണ്, എന്റെ നാവിന് ഇത്ര ബർക്കത്തുണ്ടാകാൻ കാരണമെന്താ? പെങ്ങളെ, എന്റെ പുല്ലൂക്കര ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ ഉപ്പമാരെന്ന് അറിയണേ, എന്റെ ഉമ്മമാരെന്ന് കേൾക്കണേ. ആ കുഞ്ഞുമോള് പറയുകയാണ്, ഞാൻ എന്റെ വീട്ടു ജോലികൾ ചെയ്യുമ്പോ, ഞാൻ എന്റെ വീട്ടു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ അതില് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ പേരിൽ ഞാൻ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും, അതിന് കണക്കില്ല. ഞാൻ വീട്ടിൽ നിന്ന് പച്ചക്കറി മുറിക്കുമ്പോ, ഞാൻ മുറ്റമടിച്ചു വാരുമ്പോ, ഇതിലെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ടാണ്, ആ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ടാണ് എന്റെ നാവിന് ഇത്ര ബർക്കത്തുണ്ടായത് എന്ന് ആ കുഞ്ഞുമോള് പറയുമ്പോ മുഅ്മിനീങ്ങളെ, സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് മനസ്സിലെത്തിക്കൊണ്ട് ഇന്ന് മുതൽ റബ്ബേ ഒരു 100 സ്വലാത്ത് ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക്
ചൊല്ലും. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, അതിന് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഇന്ന് നമ്മുടെ മനസ്സിൽ അവിടുന്ന് നിശ്ചയിക്കുക റബ്ബേ, ഒരു 100 സ്വലാത്തെങ്കിലും അല്ലെങ്കിൽ 10 സ്വലാത്തെങ്കിലും ദിവസം ചൊല്ലുമെന്ന് നമ്മൾ മനസ്സിൽ കരുതുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 100 സ്വലാത്ത്, അതിനൊന്നും അത്ര സമയം വേണ്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള ഹബ്ബ് നമ്മുടെ മനസ്സങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അള്ളാഹുവിനോടുള്ള ഹബ്ബ് നമ്മുടെ മനസ്സങ്ങളിൽ, അള്ളാഹുവിനോടുള്ള സ്നേഹം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. രാജ സയ്യിദായ തമ്പുരാന മലിക്കുൽ ജബ്ബാറായ നാഥ, അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റബ്ബേ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനേ. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ റബ്ബേ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ റഹ്മാനേ. റബ്ബേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ, കാത്തിരക്ഷിക്കണേ അല്ലാ റബ്ബേ. റഹ്മാനായ നാഥാ, അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ, കാത്തിരക്ഷിക്കണേ അല്ലാ, കാത്തിരക്ഷിക്കണേ അല്ലാ റബ്ബേ. ഞങ്ങൾ പാപികളാ, ഞങ്ങൾ ദോഷികളാ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ആ പാപങ്ങളെ നീ പൊരുത്തപ്പെട്ടു തരണം അല്ലാ റബ്ബേ. റഹ്മാനേ, നാളെ നിന്റെ ദർബാറിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ് റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, അർശിന്റെ തണൽ നൽകണേ അല്ലാ, ഹൗദുൽ കൗസർ നൽകണേ റബ്ബേ, ഹൗദുൽ കൗസർ നൽകണേ റബ്ബേ. റബ്ബേ, ഹൗദുൽ കൗസർ കുടിക്കാൻ പറ്റാത്ത വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ, പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് യുവാക്കളുണ്ട് റഹ്മാനായ നാഥാ. അല്ലാഹുവേ, നാളെ അർശിന്റെ തണൽ നൽകണേ റബ്ബേ, അർശിന്റെ തണൽ നൽകണേ റബ്ബേ. അല്ലാഹുവേ, നാളെ ചുട്ടുപൊള്ളുന്ന ഓരോ ആ മഹ്ശറാവൻ സഭയിലേക്ക് കടന്നു വരുമ്പോ സഹിക്കാൻ കഴിയില്ല റബ്ബേ, സഹിക്കാൻ കഴിയില്ല റബ്ബേ. നരകത്തിലേക്ക് ഞങ്ങൾ വലിച്ചെറിയല്ല റബ്ബേ, നരകത്തിലേക്ക് വലിച്ചെറിയല്ല റബ്ബേ. സ്വർഗത്തിലാക്കണേ അല്ലാ, സ്വർഗത്തിലാക്കണേ അല്ലാ റഹ്മാനായ നാഥാ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണ റബ്ബേ. അല്ലാഹുവേ, ക്യാൻസർ തരല്ല റബ്ബേ, ട്യൂമർ തരല്ല റബ്ബേ, ഹാർട്ട് അറ്റാക്ക് പോരാത്ത രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഇതിലേക്ക് സംഭാവന നൽകിയവര് റഹ്മാനായ നാഥാ, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ആ ഉദ്ദേശം നീ സഫലീകരിക്കണേ അല്ലാ, സഫലീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ പ്രയാസത്തിലാക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിൽ ബിസിനസ്സിൽ നീ ഖൈറും ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഖൈറും ബർക്കത്ത് നൽകണേ അല്ലാ റബ്ബേ. റഹ്മാനായ നാഥാ, ഞങ്ങൾ പാപികളാണ്, നിന്നോട് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല. എന്നിരുന്നാലും നിന്നോടല്ലാതെ പിന്നെ ആരോടാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഞങ്ങളെ കരങ്ങൾ തട്ടി മാറ്റല്ല റബ്ബേ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ റബ്ബേ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ദുആ ചെയ്യാൻ പറഞ്ഞത് ആ ഉദ്ദേശം നീ സഫലീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, സമസ്തയുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ, അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹുവേ, ഒരുപാട് മഹാരഥന്മാർ, അവരുടെ ദറജ ഉയർത്തണേ അല്ലാ, ദറജ ഉയർത്തണ റബ്ബേ. അല്ലാഹുവേ, റഹ്മാനായ നാഥാ, സമസ്തയുടെ നേതാക്കന്മാർ, അല്ലാഹുവേ,
ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്. റബ്ബേ ചാലക്കാട് ഉസ്താദ്, അല്ലാഹുവേ റഹ്മാനായ നാഥാ, അവർക്കൊക്കെ നീ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, പ്രദാനം ചെയ്യണേ അല്ലാഹുവേ അല്ലാഹുവേ. ഞങ്ങൾ പാവികളാ, ഞങ്ങൾ ദോഷികളാ, ശൈത്താന പറയിലാക്കല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണം റബ്ബേ. അല്ലാഹുവേ റോഡരികിൽ ചിതഞ്ഞെരിഞ്ഞു മരിക്കുന്ന അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹുവേ. വഴിതെറ്റിക്കല്ല റബ്ബേ, വഴിതെറ്റിക്കല്ല റഹ്മാനെ, വഴിതെറ്റിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ആ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ മക്കളാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണം റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ ഭാഗ്യം നൽകണേ ഭാഗ്യം നൽകണേ റബ്ബേ റഹ്മാനായ നാഥാ. ഇബ്രാഹിം നബിയുടെ വിളിയാണ് ഞങ്ങളിലേക്ക് എത്തിക്കണേ കേൾപ്പിക്കണേ 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 റബ്ബേ. അല്ലാഹുവേ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ